ഈ വേനൽ ചൂടിനെ തോൽപ്പിക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള അതേസമയം ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പി നമുക്ക് നോക്കിയാലോ. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. നമുക്കൊരു ബൗളിലേക്ക് 1 ടീസ്പൂൺ സബ്ജ സീഡ്സ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കൊരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് ഇതൊന്ന് കുതിർന്ന് കിട്ടിക്കോളും. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തണ്ണിമത്തൻ എടുക്കാം. ഞാനിവിടെ 1 കപ്പ് തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്. കുരുവൊക്കെ കളഞ്ഞ് നമുക്ക് അതൊരു മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി ഇതിലേക്കൊന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് വളരെ ചെറിയ കഷ്ണം ഇഞ്ചി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് 3 മുതൽ 4 വരെ പുതിന ഇല കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയല്ല ചേർക്കുന്നത്, പകരം തേനാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരെയും മധുരത്തിനൊക്കെ അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടീസ്പൂൺ തേൻ കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തൊന്ന് കൊണ്ടുവരാം. ഇപ്പോൾ നമ്മുടെ വാട്ടർ മെലൺ മിക്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മീതെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള വാട്ടർ മെലൺ മിക്സ് ജ്യൂസ് ഗ്ലാസിൻ്റെ പകുതി വരെ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള സബ്ജ സീഡ്സ് 2 മുതൽ 3 വരെ ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് നന്നായിട്ട് തണുപ്പിച്ച സോഡ ചേർത്ത് കൊടുക്കാം. സോഡയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പ്രൈറ്റ് അല്ലെങ്കിൽ 7up ആയാലും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സോഡയും അതുപോലെ വാട്ടർമെലൺ മിക്സും ഒക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ മീതെ നമുക്ക് കുറച്ച് സബ്ജ സീഡ്സ് കൂടി വെച്ച് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിൻറ്റ് ലീവ്സ്, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വാട്ടർമെലൺ പീസൊക്കെ വെച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഗാർണിഷ് ചെയ്യാം. ഇത്ര ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി വാട്ടർമെലൺ മൊഹിറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ.